പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സൗകര്യമൊരുക്കി യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാത്തതിനെതിരെ നാഷണൽ ജനതാദൾ തുടർ പ്രക്ഷോഭം ആരംഭിക്കും. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാർച്ച് 5-ന് ബസ് സ്റ്റാൻഡിൽ നിന്നും നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് MP അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും സ്റ്റാൻഡിനകത്തെ റോഡടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ട പാലക്കാട് നഗരസഭ ഇപ്പോഴും അതിന് തയ്യാറായിട്ടില്ലെന്ന് നാഷണൽ ജനതാദൾ ഭാരവാഹികൾ ആരോപിച്ചു. ഈ ഒരു ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കല്ല, ഒരു രാഷ്ട്രീയക്കാർക്കല്ല, സമൂഹത്തെ സാധാരണപ്പെട്ട അതുപോലെ തന്നെ രോഗികൾ, അതുപോലെ തന്നെ വൃദ്ധർ, അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയിച്ചിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ആൾക്കാർ തന്നെ എല്ലാവരും ഉണ്ട്. ഇന്ന് ഈ നഗരസഭ എന്തുകൊണ്ടാണ് ഈ ബസ് സ്റ്റാൻഡിനെ റോഡ് പണി ചെയ്തിട്ടില്ല? അവിടുത്തെ ഒരുപാട് പണികളുണ്ട്. ഇപ്പോഴും കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന മറ്റന്നാൾ 5-ാം തീയതിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രകടനമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് മുനിസിപ്പൽ ഓഫീസിലേക്ക്. 2-ാം വരെയും ഞങ്ങൾ സമരം മുന്നോട്ട് നീങ്ങുകയാണ്. 2019 പൊളിച്ചിട്ട പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 2022 വരെ നഗരസഭയുടെ അനാസ്ഥയെ തുടർന്ന് അനാഥാവസ്ഥയിലായിരുന്നു. ബസ് സ്റ്റാൻഡ് ഉടനടി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2022 മെയ് 18-ന് നാഷണൽ ജനതാദൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചതിന്റെ ഭാഗമായാണ് നിർമ്മാണം ആരംഭിച്ചത്. MP അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങിയത്. നിലവിൽ പൊരിവെയിലത്ത് നിൽക്കുന്ന യാത്രക്കാർ 3 മാസം കഴിഞ്ഞാൽ തോരാമഴയിലും സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രക്ഷോഭ മാർച്ച് നടത്തുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് സുജിത്, നാഷണൽ ജനതാദൾ നേതാക്കളായ നൌഫിയ നസീർ, വിൻസൻ, KJ നൈനാൻ, MA സുൽത്താൻ, വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.